ഹായ് എവരിവൺ, സ്പോക്കൺ ഹിന്ദിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എന്താണ് സംഭാഷണങ്ങൾ അല്ലേ. സംഭാഷണങ്ങൾക്ക് വേണ്ട അത്യാവശ്യം ഒരു ഒരു കോമൺ ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകൾ നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഒരേ ഏജുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് എങ്ങനെ അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഫോണിൽ കൂടെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഒരേ ഏജുള്ള ആൾക്കാരാണ്, അത്യാവശ്യം വേർഡ് മാത്രമേ ഞാൻ എടുത്തിട്ട് വന്നിട്ടുള്ളൂ. ആദ്യം തന്നെ ഇപ്പോൾ നമുക്ക് പറയാം, അതിൻ്റെ ഒരു ചെറിയൊരു നമുക്കൊരു ഒരു ഇത് കാണാം, ഒരു ചെറിയൊരു ക്ലിപ്പിംഗ് കാണാം. അതിനുശേഷം നമുക്ക് ഇത് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. अरे भाई कहाँ है तू? मैं तेरे घर पर खड़ा हूँ यार. मैं तेरे घर पे कब से खड़ा हूँ. तुझे काफ़ी देर से इंतज़ार कर रहा हूँ मैं. तू जल्दी आ भाई. हैं? तू कहाँ घूम रहे यार? जल्दी आ भाई. കണ്ടല്ലോ, നമുക്ക് നോക്കാം എന്താണ് നമ്മൾ പഠിച്ചത്. ഭായ് കഹായ തൂ എന്നാണ് ചോദിച്ചത്. ഭായ് കഹായ തൂ, ഭായ് കഹായ തൂ എന്ന് ചോദിച്ചു അല്ലേ. നീ എവിടെയാണ് ഉള്ളത്? ഭായ് കഹായ തൂ, നീ എവിടെയാണ് ഉള്ളത്. ഓക്കെ, തൂ കഹായ ഭായ്, തെറ്റില്ല. തൂ കഹായ ഭായ്, ടീക്കെ. ഭായ് കഹായ തൂ, നീ എവിടെയുള്ളു. ഭായ് കിതറേ തൂ, നീ എവിടെയുള്ളു. ബ്രോ കിതറേ തൂ എല്ലാം ചോദിക്കാം. ടീക്കെ. യാർ കിതറേ തൂ, അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ. യാർ ആപ്പ് കഹായെന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. കാരണം ആപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ താങ്കൾ ഒക്കെ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ്. അപ്പോൾ യാറൊന്നും ഉപയോഗിക്കില്ല എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ടീക്കെ. ആപ്പ് എന്ന് വെച്ച് സംസാരിക്കുമ്പോൾ യാറെന്നൊന്നും പറഞ്ഞിട്ട് പഠിക്കരുത്. ടീക്കെ. മേ തേരെ ഘർ പർ ഖടാ ഹൂം, ഞാൻ നിൻ്റെ വീട്ടിലാണ് ഉള്ളത്, നിൻ്റെ വീട്ടിൻ്റെ പുറത്താണ് ഉള്ളത്. ടീക്കെ. മേ തേരെ ഘർ പർ ഖടാ ഹൂം എന്ന് പറഞ്ഞാൽ ഞാൻ നിൻ്റെ ചിലപ്പോൾ വീട്ടിൽ ആളുണ്ടായിരിക്കാം. ഓക്കെ, അവൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ മേ തേരെ ഘർ പർ ഖടാ ഹൂം, ഞാൻ നിൻ്റെ വീട്ടിലാണ് ഉള്ളത്, അല്ലെങ്കിൽ പുറത്തിരിക്കുവാണ്. ഓക്കെ, അന്നേരം നമുക്ക് പറയാം മേ തേരെ ഘർ പർ ഖടാ ഹൂം, ഞാൻ നിൻ്റെ വീട്ടിലാണ് ഉള്ളത്. ഓക്കെ, തേരെ ഘർ പർ ഖടാ ഹൂം. തേരെ ഘർ പർ, തേരെ വന്നു. നിങ്ങളെപ്പോൾ ചോദിക്കും യാർ ഈ തേരെ എങ്ങനെ ഉപയോഗിക്കും? ഈ ഘർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗ ശബ്ദമാണ്, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞൊരു ഒരു പ്രിപ്പോസിഷൻ വരുന്നുണ്ട് പർ എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് ഈ തേരെ ഘർ പർ എന്ന് പറഞ്ഞത്. ഓക്കെ, അറിയാത്തവർ അറിയാൻ ശ്രമിക്കുക. അപ്പോൾ മേ തേരെ ഘർ പർ ഖടാ ഹൂം എന്ന് പറഞ്ഞു, ഞാൻ നിൻ്റെ വീട്ടിലാണ് ഉള്ളത്. ഒരു സ്ത്രീ പറയും എങ്ങനെ പറയും? മേ തേരാ ഘർ പർ ഖടി ഹും. തേരെ ഘർ മാറില്ല. ठीक है, തേരാ വരില്ല. തേരെ, മേ തേരെ ഘർ പർ ഖടി ഹും, തേരെ മാറത്തില്ല. ഓക്കെ, സ്ത്രീ പറഞ്ഞിട്ട് തേരി ഘർ എന്നൊന്നും പറയരുത്. മേ തേരെ ഘർ പർ ഖടി ഹും, ഞാൻ നിൻ്റെ വീട്ടിലാണ് ഉള്ളത്. ഓക്കെ, മേ തേരെ ഘർ പർ ഖടി ഹും എന്നൊരു സ്ത്രീ പറയും. പുരുഷനാണെങ്കിൽ മേ തേരെ ഘർ പർ ഖടാ ഹും. തേരെ ഘറിന് മാറ്റമില്ല. പർ വന്നു, പ്രിഫിക്സ് ആയിട്ട് ഒരു എന്ത് വന്നിട്ടുണ്ട്, ഒരു പ്രിപ്പോസിഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ തേരെ ഘർ പർ എന്ന് വന്നു. ठीक है. തുജെ കാഫി ദേർ സെ ഇന്തസാർ കർ റഹാ ഹൂം, ആരാ വെയിറ്റ് ചെയ്യുന്നത്? മേ അല്ലെ, അതൊരാണാണ്. മേ തുജെ കാഫി ദേർ സെ ഇന്തസാർ കർ റഹാ ഹൂം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നിന്നെ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, മേ തുജെ കാഫി ദേർ സെ ഇന്തസാർ കർ റഹാ ഹൂം, ഞാൻ നിന്നെ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇന്തസാർ ഒരു സ്ത്രീലിംഗ ശബ്ദമാണെന്ന് അറിഞ്ഞിരിക്കണം. പുല്ലിംഗ ശബ്ദമാണെന്ന് അറിഞ്ഞിരിക്കണം. സ്ത്രീലിംഗ ശബ്ദമല്ല, പുല്ലിംഗ ശബ്ദമാണ്. ഓക്കെ, മേ തുജെ കാഫി ദേർ സെ ഇന്തസാർ കർ റഹാ ഹൂം, ഇതൊരു മെയിൽ പറയുമ്പോൾ. സ്ത്രീ പറയുമ്പോൾ മേ തുജെ കാഫി ദേർ സെ ഇന്തസാർ കർ റഹി ഹും എന്ന് പറയണം. ഓക്കെ, ഒരു സ്ത്രീയാണ് പറയുന്നതെങ്കിൽ എങ്ങനെ പറയും? മേ തുജെ കാഫി ദേർ സെ ഇന്തസാർ കർ റഹി ഹും, തു കഹാ ഹേ, തു കിധർ ഹേ. ठीक है, अरे सिस्टर कहाँ है तू कहाँ है. ठीक है, അങ്ങനെ പറയാം. തു ജൽദി ആ ബായി, നീ പെട്ടെന്ന് വാ. തു ജൽദി ആ യാർ, തു ജൽദി ആ ബായി, നീ പെട്ടെന്ന് വാ. ഓക്കെ, അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താണ്? തു കഹാ ഗൂം രഹാ ഹേ. തു കഹാ ഗൂം രേ, നമ്മൾ സാധാരണ അവർ പറയുമ്പോൾ എങ്ങനെ പറയും? തു കഹാ ഗൂം രേ യാർ, ജൽദി ആ ഘർ പേ ഹേ, മേ വെയിറ്റ് കർ റഹാ ഹൂം എന്ന് പറയാം. മേ വെയിറ്റ് കർ റഹാ ഹൂം എന്ന് പറയാം. ठीक है, ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. തു കഹാ ഹേ, തു കഹാ ഗൂം രേ, തൂ കഹാ ഗൂം രേ എന്നാണ് പറയുന്നത്. എന്താണ്? നീ എവിടെയാണ് ഈ കറങ്ങുന്നത്? പെട്ടെന്ന് വാ വീട്ടിലേക്ക്, ഞാൻ വെയിറ്റ് ചെയ്യാണ്. ക്ലിയർ? ഇതുവരെ ക്ലിയർ? നമുക്ക് നിങ്ങൾ ഇപ്പം തൂ പറയുമ്പം അങ്ങനെ പറയാം. ആപ്പാണെങ്കിൽ എങ്ങനെ പറയാം? ആപ് കഹാ ഹേ. അപ്പോൾ യാർ വരില്ല, ബായി എന്നൊന്നും വരില്ല. ആപ് കഹാ ഹേ, സിമ്പിൾ. ആപ് കഹാ ഹേ, താങ്കൾ എവിടെയാണ്. ഓക്കെ, മേ ആപ്കെ കമരെ മേ ഹും, അല്ലെങ്കിൽ മേ ആപ്കെ ഘർ മേ ഹും എന്ന് പറയാം. മേ ആപ്കെ കമരെ മേ ഹും എന്ന് വന്നു. കാരണം എന്താണ്? ഈ മേ വന്നു, പ്രിപ്പോസിഷനാണ്. അതിനുശേഷം തൊട്ടിപ്പുറത്തുള്ളത് ഒരു പുല്ലിംഗ ശബ്ദമാണ്, കമര. അപ്പോൾ മേ വന്നിട്ടുണ്ട്, അതുകൊണ്ട് കമരയെന്ന് വന്നു. കമരയെ വന്നുകൊണ്ട്, കമര എന്ന് വന്നുകൊണ്ട് ഇവിടെ ആപ്ക എന്നുള്ളത് ആപ്കെ എന്നായി മാറുന്നു. ഓക്കെ, അത് ശ്രദ്ധിക്കണം. പുല്ലിംഗ ശബ്ദമാണെങ്കിൽ തൊട്ടിപ്പുറത്തത് ആപ്ക എന്നുള്ളത് ആപ്കെ എന്നായി മാറും. മേര എന്നുള്ളത് മേരെ എന്നൊക്കെ ആയിട്ട് മാറും. മേ പ്രിപ്പോസിഷനാണ്. ഓക്കെ, അതിൻ്റെ ക്ലാസ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരത് കാണുക. അപ്പം മേ ആപ്കെ കമരെ മേ ഹും, ഞാൻ താങ്കളുടെ മുറിയിലാണ്.
ഓക്കെ, മുറിയിലാവാം, പുറത്താവാം, അങ്ങനെ നമുക്ക് പറയാം മേ ആപ്കെ കമരെ മേ ഹൂം എന്ന് പറയാം. ക്ലിയർ അല്ലേ? കാഫി ദേർ സെ മേ ആപ്ക ഇന്തസാർ കർ റഹാ ഹൂം. ഇന്തസാർ പുല്ലിംഗം, അതുകൊണ്ടാണ് ആപ്ക എന്ന് തോന്നുന്നത്. ടീക്കെ, തുമാര ഇന്തസാർ നിങ്ങളെ വെയിറ്റ് ചെയ്യാണ്. ടീക്കെ, തേരാ ഇന്തസാർ നിന്നെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ മാത്രമേ വരുള്ളൂ. ഇന്തസാർ പുല്ലിംഗ ശബ്ദമായതുകൊണ്ടാണ്. അപ്പോൾ കാഫി ദേർ സെ മേ आपका इंतज़ार कर रहा हूँ, आपका इंतज़ार कर रहा हूँ, आपका. ക്ലിയർ? നെക്സ്റ്റ്, ആപ് ജൽദി ആയിയേ. അവിടെ നിന്ന് വന്നേ തൊട്ട് മുന്നിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, യാർ തു ജൽദി ആവായി. അങ്ങനെ നമുക്ക് ആപ് ജൽദി ആവായി എന്നൊക്കെ പറയാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്താണ്? നമ്മൾ റെസ്പെക്ട് കൊടുക്കണം. അപ്പം നമ്മളെങ്ങനെ പറയും? ആപ് ജൽദി ആയിയേ സർ എന്ന് പറയാം. സർ ആണെങ്കിൽ നമുക്ക് സർ എന്ന് പറയാം. സർ ആപ് ജൽദി ആയിയേ, സർ ആപ് ജൽദി ആയിയേ, ആപ് ജൽദി ആയിയേ. ठीक है, तुम जल्दी आओ, तू जल्दी आ, तो ठीक है जल्दी आ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസുകൾ പറയേണ്ടത്. ഓക്കെ, തെറ്റാതെ പറയണം. നമുക്ക് ആപ്പ് തൂ പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണോ റെസ്പെക്ട് കൊടുക്കേണ്ടത് ആ റെസ്പെക്റ്റോട് കൂടി തന്നെ സംസാരിക്കണം. അപ്പോൾ ആപ് ജൽദി ആയിയേ സർ, ആപ് ജൽദി ആയിയേ, ആപ് ജൽദി ആയിയേ. സീനിയർ ആണെങ്കിൽ നമുക്ക് പറയാം, സീനിയറോടാ പറയുന്നത് ആപ് ജൽദി ആയിയേ മേ ഘർ പർ ഖടാ ഹൂം, ഞാൻ വീട്ടിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഒരു കാര്യം, ഒരു 5 മിനിറ്റ് അല്ല, 1 മിനിറ്റ്, ഒരു 30 സെക്കൻഡ്. നമ്മളെ സ്പോക്കൺ ഹിന്ദിയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് 60 ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 40 ഗ്രാമർ ക്ലാസ്, 20 എന്താ പറയുന്നത് സ്പീക്കിംഗ് പ്രാക്ടീസ്, എല്ലാം കൂടി ഒരു അടിപൊളി പാക്കേജ് ആയിട്ടാണ്. അതായത് 2000 PDF ഉണ്ട്. അതായത് ഒരു 90 പേജിൻ്റെ PDF നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനെ ഒരു അടിപൊളി ഒരു പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ 10,000, 8,000, 6,000 ഒന്നും പോയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറും 999 രൂപ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി പഠിക്കാം. ഇതൊരു ഇനാഗുറൽ ഓഫറായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി 1000 റുപ്പീസിൻ്റെ കോഴ്സാണ്. നമ്മളത് 999 പ്രൊവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ പ്ലസ് ഡെമോ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക, ഡെമോ വീഡിയോ ഒന്ന് കാണുക. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, പഠിക്കണം, ഒറ്റ പാക്കേജിലൂടെ നിങ്ങൾക്ക് ഹിന്ദി പഠിക്കാം, ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ഹിന്ദി പഠിക്കാം. സിർഫ് 999. ഓക്കെ, 999. ഓക്കെ, 999 നിങ്ങൾക്ക് ഹിന്ദി പഠിക്കാം. ഓക്കെ, താല്പര്യമുള്ളവർ വരിക. കാരണം നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഡെമോ കണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വരാൻ ഞാൻ അധികം ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്ന് താല്പര്യമില്ലവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ആ 2 വീഡിയോസ് കാണുക. ലിങ്ക് ഞാൻ നൽകാം. അത് കണ്ട് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാം. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ തന്നെയാണ് യൂസർ, നിങ്ങളുടെ സമയം, നിങ്ങളുടെ സൗകര്യം, നിങ്ങൾക്ക് ഹിന്ദി പഠിക്കാം. ഓക്കെ, രാത്രി 12 മണിക്കാണ്, നിങ്ങൾക്ക് ആ സമയത്ത് ഹിന്ദി പഠിക്കാം. ഓക്കെ, നിങ്ങളുടെ സമയം, നിങ്ങളുടെ സൗകര്യം. ഓൺലൈൻ കോഴ്സാണ്. 60 ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു ചെറിയൊരു ക്ലിപ്പിംഗ് കാണാം. അതിനുശേഷം ഞാനിത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. हाँ भाई, यार मैं घर पर नहीं हूँ, अब मैं कुछ काम से बाहर आया हूँ. तू एक काम कर, मुझे ना आने में देर होगी, तू बैठ. നോക്കാം, കണ്ടില്ലേ? ഹാ ഭായി അബി മേ ഘർ പർ നെഹി ഹും എന്നാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഹാ ഭായി ഞാനിപ്പോൾ വീട്ടിലില്ല. മേ ഘർ പർ നെഹി ഹും, ഞാനിപ്പോൾ വീട്ടിലില്ല. ഘർ പർ നെഹി ഹും, ഞാനിപ്പോൾ വീട്ടിലില്ല എന്ന് പറഞ്ഞു. ഓക്കെ, മേ കുച്ച് കാം സെ ബാഹർ ആയാ ഹും. ഓക്കെ, മേ കുച്ച് കാം സെ, ഞാൻ കുറച്ച് പണികളുണ്ട്, അപ്പോൾ അതിന് വേണ്ടി ഞാൻ പുറത്തേക്ക് വന്നതാണ്. മേ കുച്ച് കാം സെ ബാഹർ ആയാഹും ഒരു മെയിൽ പറയുമ്പോൾ, ഒരു ഫീമെയിലാണ് അത് പറയുന്നതെങ്കിൽ, ഓപ്പോസിറ്റ് ഫീമെയിൽ ആണെങ്കിൽ മേ കുച്ച് കാം സെ ബാഹർ ആയിഹും എന്ന് പറയും. ഓക്കെ, മേ കുച്ച് കാം സെ ബാഹർ ആയിഹും, ഞാൻ കുറച്ച് പണിയുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുറത്ത് വന്നിട്ടാണ് ഉള്ളത്. ठीक है, മുझे ആനെ മേ ദേർ ഹോഗി. ഇവിടെ ദേർ ഹോഗി എന്ന് പറഞ്ഞു. അത് ആണായതുകൊണ്ടാണോ? ആണായാലും പെണ്ണായാലും ഇങ്ങനെ പറയാം. ദേർ ഒരു സ്ത്രീലിംഗ ശബ്ദമാണെന്ന് അറിഞ്ഞിരിക്കണം. വൈകുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതൊരു സ്ത്രീലിംഗ ശബ്ദമാണ്. അതുകൊണ്ടാണ് മുझे ആനെ മേ ദേർ ഹോഗി. ഇത് അറിയേണ്ട, സെൻറ്റൻസ് മാത്രം പഠിക്കേണ്ടവർ ആ സെൻറ്റൻസ് പഠിച്ചു പോയിക്കോ. അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ ഇതറിയുക. ദേർ എന്ന് പറയുന്നത് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. അതുകൊണ്ടാണ് ഹോഗെയിന്ന് വന്നത്. ഹോഗയാന്നൊന്നും പറയരുത്. ആണായാലും പെണ്ണായാലും ഒരൊറ്റ സെൻറ്റൻസേ ഉള്ളൂ ഇതിന്. മുझे ആനെ മേ ദേർ ഹോഗി. ഓക്കെ, ഞാൻ വരാൻ ലേറ്റ് ആവും എന്നാണ് അർത്ഥം. ഞാൻ വരാൻ വൈകും, ഞാൻ വരാൻ ലേറ്റ് ആവും. മുझे ആനെ മേ ദേർ ഹോഗി, ഞാനല്ലേ പറഞ്ഞത്. ആ ഇതിൽ കണ്ടില്ല, നിങ്ങൾ സംസാരത്തിൽ കണ്ടില്ല. മുझे ആനെ മേ ദേർ ഹോഗി എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു മെയിലാണ്, ഫീമെയിൽ ആയിക്കോട്ടെ, ആര് പറഞ്ഞാലും എങ്ങനെ പറയാം? മുझे ആനെ മേ ദേർ ഹോഗി എന്നാണ് പറയുക. ദേർ എന്ന് പറയുന്നത് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ 4 സെൻറ്റൻസ്.
हाँ भाई अभी मैं घर पर नहीं हूँ यार, मैं अभी घर पर नहीं हूँ, ഞാനിപ്പോൾ വീട്ടിലില്ല. ठीक है मैं कुछ काम से बाहर आया हूँ, ഞാൻ कुछ പണി കുറച്ച് പണിത്തിരക്കുണ്ട്, കുറച്ച് പണിയുണ്ട്, അതിന് വേണ്ടിയിട്ട് വന്നതാണ്. मैं मार्केट में आया हूँ എന്ന് പറയാം, मैं बाजार आया हूँ എന്ന് പറയാം. ओके मैं बाजार आया हूँ, मैं मार्केट में आया हूँ. ठीक है मैं റെയിൽവേ സ്റ്റേഷൻ पर खड़ा हूँ, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഇത് തന്നെ നമുക്ക് പറയാം मैं റെയിൽവേ സ്റ്റേഷൻ में आया हूँ എന്ന് പറയാം. मैं बस स्टैंड में आया हूँ. ठीक है मैं किसी को छोड़ने आया हूँ, ഞാൻ ആരെ കൊണ്ടുവിടാൻ വന്നതാണ്, छोड़ने आया हूँ. मैं किसी को छोड़ने आया हूँ. ठीक है ക്ലിയർ. ചോടിനാ കിട്ടുന്നില്ലേ, मैं किसी को ड्रॉप करने आया हूँ പറഞ്ഞോ. ഓക്കെ അപ്പം അങ്ങനെയൊക്കെ നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. ഇതിൽ നിന്ന് നിങ്ങൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കി പഠിക്കുക. ക്യാ मैं वापस जाऊँ, കേൾക്കണം എങ്ങനെയാണ് ഇത് പറയുന്നതെന്ന് ആദ്യം കേൾക്കുക, എന്നിട്ട് നമുക്കിത് കാണാം. ഓക്കെ यार तू ये बता मैं वापस जाऊँ, हैं मैं वापस जाऊँ या फिर वेट करूँ, इंतज़ार करूँ. यार तू ये बता घर की चाबी कहाँ रखी है, कहाँ रखी है. क्या मैं वापस जाऊँ, या मैं वापस जाऊँ, ഞാൻ തിരിച്ചു പോട്ടെ. तू ये बता അവൻ പുറത്തേ ഇരിക്കുവാണേ, അവൻ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യാണ്, കാരണം അവൻ്റെ താക്കോലുണ്ടെങ്കിൽ അവനെ വീട്ടിൽ കയറിയാണേ. അപ്പോൾ പറയാം തൂ ये बता. നമ്മൾ ഇതുപോലെ നമുക്ക് സംസാരിക്കുന്നത് നല്ലതല്ലേ, ഇങ്ങനെ സംസാരിക്കുന്നത്. അതെ तू ये बता घर की चाबी कहाँ रखी है, घर की चाबी कहाँ रखी है. घर की വന്നു, കീ എന്തുകൊണ്ട് വന്നു, घर का चाबी എന്തുകൊണ്ട് പറഞ്ഞില്ല. കീ എന്ന് പറഞ്ഞ കാരണം എന്താണ്, ചാബി ഒരു സ്ത്രീലിംഗ ശബ്ദമായതുകൊണ്ടാണ് നമ്മൾ घर की चाबी എന്ന് പറഞ്ഞത്. ഓക്കെ घर की चाबी कहाँ रखी है, വീട്ടിൻ്റെ താക്കോൽ എവിടെയാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ मैं खोलता हूँ, मैं अंदर बैठ जाऊँगा, तू आराम से आ, നമുക്ക് ആ രീതിയിലൊക്കെ പറയാം. ഓക്കെ അപ്പോൾ क्या मैं वापस जाऊँ, ഞാൻ തിരിച്ചു പോകട്ടെ, ഞാൻ തിരിച്ചു പോകട്ടെ. मैं वापस जाऊँ, मैं वापस जाऊँ. ഓക്കെ ഞാൻ തിരിച്ചു പോകട്ടെ. यार तू ये बता. അപ്പോൾ യാർ ആ ബത്താന്നൊന്നും നമ്മൾ പറയില്ല, അത് ശ്രദ്ധിക്കണം. നമ്മൾ ഇത് പറയുന്നത് എന്താണ്, നമ്മൾ ഒരേ ഏജിലുള്ള ആൾക്കാരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ അപ്പോൾ ഇതന്നെ നിങ്ങൾക്ക് ദിവസവും ഉപയോഗിക്കുന്ന രീതിയിലും ഈ സെൻറ്റൻസുകൾ ഉപയോഗിക്കുക. അത് ഇതിൽ മാത്രമല്ല, ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് വർത്താനം പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കാം യാ തുയെ ബത്താ എന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ അപ്പോൾ ഈ സെൻറ്റൻസ് ഫോണിൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല ഉപയോഗിക്കേണ്ടത്. ठीक है തുയെ ബത്താ घर की चाबी कहाँ रखी है. ठीक है എവിടെയാണ് നീ ഇത് വെച്ചിട്ടുള്ളത്, എന്താണ് ചാവി എവിടെ വെച്ചിട്ടുള്ളത്, ഞാൻ തുറന്നിട്ട് ഇരുന്നോളാം എന്നാ പറയുന്നു. ക്ലിയർ അല്ലേ. അപ്പോൾ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. यार घर की चाबी तो मेरे पास है. ഓക്കെ അപ്പോൾ എന്താ പറഞ്ഞേ, യാർ ചാബി तो मेरे पास है, ചാബി तो मेरे पास है. ആ ചാവി എൻ്റെ കൈവശമേ ഉള്ളൂ, ചാബി तो मेरे पास है. ചാവി എൻ്റെ അടുത്തല്ലല്ല, ചാവി എൻ്റെ അടുത്തല്ലേ, ചാബി तो मेरे पास है, ചാബി तो मेरे पास है. ക്ലിയർ ചാബി तो मेरे पास है. സുഹൃത്തെ താക്കോൽ എൻ്റെ പക്കലേ ഉള്ളു. യാർ നിങ്ങൾ യാർ അടിച്ച് പിടിച്ചിട്ട് അങ്ങനെ തന്നെ പറയണം. എങ്ങനെ പറയണം, യാർന്ന് തന്നെ പറഞ്ഞിട്ട് പഠിച്ചോ, നല്ല രസമാണ് യാർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ അപ്പോൾ യാർ ചാവി तो मेरे पास है, ചാവി എൻ്റെ കൈവശമേ ഉള്ളു, നീ എന്ത് ചെയ്യും, मैं क्या करूँ यार, अभी मैं क्या करूँ. അപ്പോൾ അവൻ പറയാണ്, ഇരിക്കുന്നുണ്ട്, വീട്ടിൽ പുറത്തിരിക്കുന്നുണ്ട്, അവൻ പറയാണ്, എന്താ പറയുക നോക്കാം നമുക്ക്. क्या आदमी यार तू, ये नहीं चलेगा भाई. എന്താ പറഞ്ഞവൻ, क्या आदमी यार तू, क्या आदमी यार तू, कहाँ से आया यार तू, ये नहीं चलेगा भाई, ഇത് നടക്കില്ല, നീ എങ്ങനെ താക്കോലെടുത്ത് പോയത്, എനിക്ക് കുറച്ച് പണിയുണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ. ഓക്കെ അങ്ങനെ പറഞ്ഞ് പോവാണ്. അപ്പോൾ എന്ത് പണിയാവാം. അപ്പോൾ പറയാ ക്യാ ആൽമിയെ തൂ, ക്യാ ആൽമിയാർ തൂ, നീ എന്ത് മനുഷ്യനാ, നീ നീ ചലേഗ ഭായ്, ക്യോ ലേക്കെ ഗയാ, ക്യോ ലേക്കർ ഗയാ. എപ്പോഴും പുറത്ത് വെക്കുന്നേ പൂച്ചട്ടീൻ്റെ ഉള്ളിൽ, നമ്മൾ പൂച്ചട്ടീൻ്റെ താഴെയും വെക്കാറില്ലേ അല്ലേ മുകളിലൊരു ചട്ടി ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ നമ്മൾ പൊത്തി വെക്കും. അപ്പോൾ ക്യാ ആൽമിയാർ ഹർ ബാർ തൂ യഹാ രക്കേ ജാത്തേ തേ, എല്ലാ പ്രാവശ്യവും നീ ഇവിടെ വെച്ചിട്ടാ പോലെ, തൂ യഹാ രക്കേ ജാത്താ താ, അഭി ക്യാ ഹുവാ, ഇസ് ബാർ ക്യാ ഹുവാ, ക്യോ ലേക്കർ ഗയാ, ക്യോ ലേക്കർ ഗയാ, എന്തിനാണ് എടുത്തിട്ട് പോയത്. ക്ലിയർ അല്ലേ. അപ്പോൾ എന്ത് പറയും, അതിൻ്റെ ഇത് പറയുകയാണേ, റിപ്ലൈ കൊടുക്കുവാണേ, ശ്രദ്ധിക്കുക. तू एक काम कर, तू वही बैठ, मैं ना 10-15 मिनट में पहुंच रहा हूँ, बस 10-15 मिनट में पहुंच रहा हूँ. ठीक കേട്ടില്ലേ, നോക്കാം. एक काम कर, तू ये काम कर, तू ये काम कर. ആപ്പ് ഏ കാം കർ എന്നൊന്നും പറയില്ല, ആപ്പ് ഏ കാം കീജിയെ എന്നൊക്കെയാണ് പറയുക. ആപ്പാണെങ്കിൽ ആപ്പ് ഏ കാം കീജിയെ എന്ന് പറയും. തും ഏ കാം കറോ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോടല്ലേ പറയുന്നത്, നമ്മളെ യാറ് ബന്ധമാണ്. ഓക്കെ അപ്പം ഇങ്ങനെ പറയും, ഏ കാം കർ തൂ, ഏ കാം കർ തൂ, നീ ഒരു കാര്യം ചെയ്യ്, വൈ ബൈറ്റ്, तू वही बैठ यार, तू वही बैठ, मैं अभी बस 10-15 मिनट में पहुंच रहा हूँ എന്ന് പറയാം. बस 10-15 मिनट में
आ रहा हूँ എന്ന് പറയാം पहुंच रहा हूँ എന്ന് പറയാം आ रहा हूँ എന്ന് പറയാം ठीक है मैं अभी निकल गया मैं निकल रहा हूँ बस 10-15 मिनट में ഒരു 10-15 മിനിറ്റിനുള്ളിൽ എന്ന് പറയാം 10-15 മിനിറ്റ് में എന്ന് പറയാം ठीक है 4-5 मिनट में 4-5 മിനിറ്റിനുള്ളിൽ 10-15 മിനിറ്റ് में 10-15 മിനിറ്റിനുള്ളിൽ ठीक है 8-10 മിനിറ്റ് में यार 8-10 മിനിറ്റ് നമ്മൾ മലയാളത്തിൽ പറയാറില്ല ഒരു 8-10 മിനിറ്റ് കൊണ്ട് ഞാൻ വരാം നീ അവിടെ ഇരിക്ക് അപ്പം ഇങ്ങനെ പറയും യാർ തു വഹീബായിട്ട് നീ അവിടെ തന്നെ ഇരിക്ക് തു വഹീബായിട്ട് നീ അവിടെ തന്നെ ഇരിക്ക് ठीक है ये काम कर तू वही बैठ നീ ഒരു കാര്യം ചെയ്ത് അവിടെ ഇരിക്ക് बाहर कुर्सी है बाहर कुर्सी है പുറത്ത് ചെയർ ഉണ്ട് तू वही बैठ मैं बस 10-15 मिनट में पहुंच रहा हूँ ഒരു 10-15 മിനിറ്റിനുള്ളിൽ വരാം ആരാ പറയുന്നത് ബൈട്ട് रहा हूँ ഓക്കെ ആരാ പറഞ്ഞേ ആണാ പറഞ്ഞത് ആണാണ് പെണ്ണാണെന്ന് എന്ത് പറയും मैं 10-15 मिनट में पहुंच रही हूँ ഓക്കെ പहुंच रही हूँ എന്ന് പറയും ഒരു സ്ത്രീ ആണെങ്കിൽ ഇങ്ങനെ പറയും मैं 10-15 मिनट में पहुंच रही हूँ ഞാനൊരു 10-15 മിനിറ്റ് കൊണ്ട് വരാം ക്ലിയർ അല്ലേ ഇതുവരെ ക്ലിയർ അല്ലേ നോക്കാം നമുക്ക് അപ്പോൾ അവൻ പറയണേ വേറൊരു പ്രശ്നമുണ്ട് അവന് എന്താണ് നമുക്ക് കേൾക്കാം എന്നിട്ട് നമുക്ക് വരാം एक और समस्या है यार मेरी बाइक में तेल नहीं है कोई बात नहीं तू मैं रिक्शा पकड़ कर आ रहा हूँ ठीक है नहीं तो मैं रिक्शा पकड़ कर आऊँगा ओके അവനെന്താ പറഞ്ഞേ एक और समस्या है भाई ഒരു പ്രശ്നം കൂടി ഉണ്ട് സമസ്യ എന്ന് പറഞ്ഞാൽ പ്രശ്നം ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കെ അറിഞ്ഞിരിക്കണം एक समस्या और है भाई എന്ന് പറയാം അല്ലെങ്കിൽ एक और समस्या है എന്ന് പറയാം एक समस्या और है भाई എന്ന് പറയാം ഓക്കെ അങ്ങനെയും പറയാം അപ്പോൾ ഒരു പ്രശ്നം കൂടി ഉണ്ട് എന്താണെന്നറിയില്ലേ യാർ മേരി ബൈക്ക് മേ തേൽ കം ഹേ എൻ്റെ വണ്ടിയിൽ എണ്ണ കുറവാണ് അല്ലെ മേരെ ഗാഡി മേ തേൽ നെയ്യ് ഞാൻ ബൈക്ക് എടുത്തിട്ട് പോയത് എൻ്റെ വണ്ടിയിൽ എണ്ണ കുറവാണ് അവിടെ പെട്രോൾ പമ്പൊന്നുമില്ല അപ്പോൾ അങ്ങനെയും വേറെ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ എന്ത് പറയും യാർ മേരി ബൈക്ക് മേ മേരി വന്നു നിങ്ങൾക്കറിയാം ഗാഡിയുടെ ക്ലാസ് കാണാത്തവരത് കാണണം ഓക്കെ ഇതിലുണ്ട് പ്ലേലിസ്റ്റിലുണ്ട് കണ്ടിട്ട് വരിക അപ്പോൾ മേരി ബൈക്ക് മേ തേൽ നെഹി ഹെ എന്ന് പറയാം തേൽ കം ഹേ എന്ന് പറയാം എണ്ണ കുറവാണ് തേൽ നെഹി ഹെ പെട്രോൾ ഇല്ല കുറവാണ് എന്നൊക്കെ രീതിയിൽ നമ്മൾ പറഞ്ഞു അവൻ പറഞ്ഞു ഓക്കെ യാർ ഏക്കോർ സമസ്യ ഭായി ഒരു പ്രശ്നം കൂടി ഉണ്ട് എൻ്റെ വണ്ടിയിൽ എണ്ണയില്ല എൻ്റെ വണ്ടിയിൽ എണ്ണയില്ല കുറവാണ് കം ഹേ എന്ന് പറയാം ഓക്കെ कोई बात नहीं मैं रिक्शा पकड़कर ആവുക ഓക്കെ കുഴപ്പമില്ല ഞാൻ ഒരു റിക്ഷ പിടിച്ചിട്ട് വരാം എന്നാണ് ഓക്കെ കുഴപ്പമില്ല कोई बात नहीं मैं रिक्शा पकड़कर पहुंच रहा हूँ എന്ന് പറയാം അല്ലെങ്കിൽ പോഞ്ചുങ്ക എന്ന് പറയാം അല്ലെങ്കിൽ ആവുങ്ക എന്ന് പറയാം ഇതൊക്കെ പറയാം ഒന്നും കുഴപ്പമൊന്നുമില്ല ക്ലിയർ അല്ലേ ആവുങ്ക അപ്പോൾ സ്ത്രീ ആണെങ്കിൽ ആവുങ്കി എന്ന് പറയും പോഞ്ച് രഹി ഹു എന്ന് പറയും സ്ത്രീ ആണെങ്കിൽ ഓക്കെ ക്ലിയർ അല്ലേ ഇതുവരെ ക്ലിയർ അല്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വേറൊരാൾക്കും കൂടി ഇത് ഉപകാരപ്രദമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം ക്ലിയർ അല്ലേ നമുക്ക് നോക്കാം അതിൻ്റെ ആൻസർ നോക്കണ്ടേ അവൻ ചോദിക്കുവാണ് ചോദിച്ചോട്ടെ എന്തും പറയാം ആൻസർ തന്നെ പറയണമെന്നില്ല എന്നിട്ട് അവൻ പറയണം എന്താ പറയുന്നത് നമുക്ക് നോക്കാം यार तू हर बार ऐसा ही करता है तो एक काम कर जल्दी आ देर मत करो और जल्दी पहुंच इधर അവൻ എന്ത് പറഞ്ഞു यार तू हर बार നീ എല്ലാ പ്രാവശ്യം तू हर बार ऐसा ही करता है नमूना है तू नमूनागिरी करता है नमूना काम करता है എന്താ പറഞ്ഞേ तू हर बार നീ എല്ലാ പ്രാവശ്യവും ऐसा ही करता है നീ എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെ ചെയ്യല് നീ എപ്പോഴും ഇങ്ങനെ തന്നെ എന്ന് പറയില്ല നമ്മൾ മലയാളത്തിൽ നീ എപ്പോഴും ഇങ്ങനെ തന്നെ അപ്പോൾ तू हर बार ऐसा ही करता है यार ठीक है कोई बात नहीं लेकिन तू जल्दी आ ഓക്കെ നീ പെട്ടെന്ന് വാ തു ജൽദി ആ അല്ലെ തു ജൽദി പൗഞ്ച് എന്ന് പറയാം തു ജൽദി പൗഞ്ച് നീ പെട്ടെന്ന് നീ പെട്ടെന്ന് വാ അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് സെൻറ്റൻസുകൾ ഒരു നോർമൽ അതായത് നമ്മളൊരു ഫ്രണ്ടിനോടൊക്കെ സംസാരിക്കുന്ന രീതികൾ ഇങ്ങനെയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് അത് നിങ്ങളുടെ അഭിപ്രായങ്ങളായിക്കോട്ടെ നിങ്ങൾക്ക് ഏത് ക്ലാസ്സുകൾ വേണോ ഞാനത് പ്രൊവൈഡ് ചെയ്ത് തരും ഞാൻ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തു തരും ഓക്കെ അതുകൂടാതെ ഞാൻ ഒരു 1 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുകയാണ് അതായത് 60 ക്ലാസ്സിൻ്റെ ഒരു സ്പോക്കൺ ഹിന്ദിയുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ പാക്കേജ് ക്ലാസ്സുകൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ
വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. വെബ്സൈറ്റിൻ്റെ ലിങ്കും വെബ്സൈറ്റിൻ്റെ ഇൻഫർമേഷനും അതിൻ്റെ ഡെമോ വീഡിയോസ് എല്ലാം ഞാൻ താഴെ ലിങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് വാട്സപ്പിൽ ഹായ് അടിക്കുക. ഓക്കെ, വീണ്ടും ഞാൻ ലിങ്ക് തരാം എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്. അതിൽ ജോയിൻ ചെയ്യുക. യൂസർ നെയിം, പാസ്വേഡ്, നിങ്ങളുടെ സമയം, നിങ്ങളുടെ സൗകര്യം. നിങ്ങൾക്ക് രാത്രി 12 മണിക്ക് സമയം നിങ്ങൾക്ക് ഉണ്ട്, പഠിച്ചോ. രാത്രി 12 മണിക്ക് വെബ്സൈറ്റ് ഓൺ ചെയ്യുക. ഓൺലൈനിലായിട്ട് നിങ്ങൾ 24/7 ആക്സസ് ആണ്, ഇരുന്ന് പഠിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ ആ 60 ക്ലാസ്സുകൾ കാണുക. 10,000 8,000 അല്ലാണ്ട് വലിയ എമൗണ്ട് ഒന്നല്ല, വെറും 1000 റുപ്പീസിൻ്റെ താഴെയാണ് നിങ്ങൾക്ക് ക്ലാസ്സിന് തരേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഒറ്റ ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുക. ഓക്കെ, വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ക്ലാസ്സുകൾ പർച്ചേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം പുതിയൊരു ടോപ്പിക്കുമായിട്ട്. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക്